പത്തനംതിട്ടയുടെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയും അഭയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്തുമോളുടെ കാര്യവും ഒക്കെ സംസാരിക്കുന്നുണ്ട്, അനഘയുടെ കാര്യവും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഭി ജലജയോട് പറയുന്നുണ്ട്, ഏതായാലും ഒരു തെറ്റ് പറ്റിപ്പോയി അമ്മേ, ഇനിയിപ്പോൾ ഇത് നവ്യ അറിയാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ പിടിവലിയും ഇവിടെയുള്ള സ്ഥാനവും നഷ്ടപ്പെട്ടു പോകും. നവ്യ അറിയരുത് എന്ന് കരുതിയിട്ടാണ് ഇവിടെയുള്ളവരൊക്കെ ക്ഷമിച്ച് നിൽക്കുന്നത്, എന്നെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്നത്. പക്ഷെ നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ നിൽക്കാനേ കഴിയില്ല. അവർ നമ്മെ പിടിച്ച് പുറത്തിടും, അക്കാര്യം ഉറപ്പാണ്. ആദ്യം തന്നെ പുറത്താക്കുന്നത് നവ്യയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ നവ്യയെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിരികേറ്റിക്കൊണ്ടിരിക്കണം. എന്നാലേ പക്ഷേ ആ പിരികേറ്റുന്നത് ഇവിടെയുള്ളവർ അറിയാൻ പാടില്ല. പിരികേറ്റിയാലേ മുത്തശ്ശന് ഒരു ചൂടും ഇതൊക്കെ വരികയുള്ളൂ. പിന്നെ നമുക്ക് ഉപകാരം ഇപ്പോൾ നവ്യനെ കൊണ്ടാണല്ലോ. അവൾ പണം വരാനുള്ള നല്ലൊരു വഴിയാണ് എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജയും പറയുന്നുണ്ട്, അതെ, ഒരു കാര്യവും എന്തായാലും ഇപ്പോൾ അവൾ അറിയണ്ട. പിന്നെ ഇതിനു മുമ്പ് നടന്ന കാര്യവും അവൾ അറിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. നമ്മുടെ ദേവയാനിക്ക് ലിവർ നഷ്ടപ്പെടാനുള്ള കരൾ നഷ്ടപ്പെടാനുള്ള ഒരു കാരണക്കാരി കൂടി നമ്മളാണല്ലോ അനാമികയുടെ കൂടെ നിന്നത്. നവ്യയ്ക്ക് വെച്ച കണിയിൽ ദേവയാനി പെടുകയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്തോ കാര്യമായിട്ട് സംസാരിക്കുകയാണല്ലോ, അതും സ്വകാര്യമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. എന്താണ് സംസാരിക്കുന്നത് എന്നറിയാനായിട്ട് നവ്യ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചന്തുമോളുടെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഏതായാലും ആദർശൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് തന്നെ നവ്യയുടെ മനസ്സിൽ കുത്തി വെച്ചുകൊണ്ടിരിക്കണം. അതല്ല എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെടും മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നവ്യ ചിന്തിക്കുന്നുണ്ട്, അതെന്താ ആദർശേട്ടൻ്റെ കുഞ്ഞല്ലാന്ന് ഇവർ പറയുന്നത്, അപ്പോൾ അത് സത്യമാണോ, അപ്പോൾ പിന്നെ ആരുടെ കുഞ്ഞാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജലജ പറയുന്നത്, അത് നിൻ്റെ കുഞ്ഞാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഇവരുടെ കയ്യിലുണ്ട്. അത് നവ്യയുടെ കയ്യിൽ കിട്ടിയാൽ ആകെ പ്രശ്നമാവും മോനെ, അത് നശിപ്പിക്കാനുള്ള വഴികൾ നമുക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് നവ്യ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അഭിയുടെ കുഞ്ഞോ, അപ്പോൾ എൻ്റെ ധാരണകളൊക്കെ ആദർശേട്ടനല്ല തെറ്റുകാരൻ തെറ്റ് ചെയ്തത് ആദർശമല്ല എന്നൊക്കെ ഇവർ പറയുമ്പോഴും എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, മറ്റാരാണെന്നുള്ളത്. അത് ഇവനാണോ, ഇവനപ്പോൾ എന്നെ ചതിക്കുകയായിരുന്നല്ലോ. അമ്മയും മകനും ചേർന്ന് എന്നെ കരിവാരി തേക്കുകയാണല്ലേ, എന്നെ ഉപയോഗിച്ച് കളിക്കുകയാണല്ലേ, മുത്തശ്ശിക്കും എതിരായിട്ട് എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണല്ലേ. ആ പാവത്തിന് മുത്തശ്ശനെ ഞാൻ ഒരുപാട് എതിർത്ത് സംസാരിച്ചു, അനുസരിക്കാതിരുന്നു. നയനയോട് ഞാൻ എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തത്, നയനയോടും എതിർത്ത് സംസാരിച്ചു. ആദർശേട്ടനെ പല രീതിയിലുള്ള കുറ്റങ്ങളും പറഞ്ഞു. പക്ഷെ എല്ലാം കേട്ടിട്ടും പാവങ്ങൾ എനിക്ക് വേണ്ടി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് നിൽക്കുകയായിരുന്നല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരയാണ്. അപ്പോൾ ആ സമയത്ത് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളത് ജലജയോ അഭിയോ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നവ്യ നേരെ മുത്തശ്ശൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. എന്നിട്ട് മുത്തശ്ശിയും റൂമിലിരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ ചെന്നിട്ട് മുത്തശ്ശൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യനോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയത്, ഇതെന്താ പെട്ടെന്ന് ഒരു കരച്ചിലും മാപ്പ് ചോദിക്കലും, എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പം അത് പിന്നെ മുത്തശ്ശ ക്ഷമിക്ക്, ആ അഭിയൊക്കെ കള്ളനാണ്. അഭി, നിങ്ങൾ എന്താണോ ഞാൻ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതം തകരുമെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്താണോ എന്നിൽ നിന്നും മറച്ചു വെച്ചത്, ആ സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു മുത്തശ്ശ. എന്തിനാണ് എന്നിൽ നിന്നും അത് മറച്ചു വെച്ചത്? ആ ക്രൂരനായ ഒരു ഭർത്താവിന് വേണ്ടി നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയല്ലോ മുത്തശ്ശ. ആ സമയത്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ഞാനെയും ആദർശേട്ടനെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരയുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ പറഞ്ഞതോ ചെയ്തതോ ഒക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷേ നീ ഇടയായിട്ട് ചെയ്തു വരുന്ന നിൻ്റെ ജോലിയുണ്ടല്ലോ, അത് മാന്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ എനിക്ക് നിന്നോട് ക്ഷമിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണല്ലോ മോളെ നീ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്നോട് ക്ഷമിക്കും മുത്തശ്ശ, ഞാൻ എല്ലാവരോടുള്ള വാശി കൊണ്ട് ചെയ്തു പോയതാണ്. അബിയുടെ അമ്മയും കൂടെ ചേർന്ന് എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് അതിലേക്ക് എത്തിക്കുകയായിരുന്നു മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും പോട്ടെ, ഇനിയിപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നാറാനുള്ളത് നാറി, ഇനി അങ്ങോട്ട് ഏതായാലും ശ്രദ്ധിക്കുക എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞത് അവരൊരിക്കലും അറിയരുത്. നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് അവരെ നേരിടുകയും എല്ലാ വഴികളും അടച്ച് അവരെ പൂട്ടുകയും വേണം. അനാമികയ്ക്ക് കൊടുത്ത ശിക്ഷ പോലെ തന്നെ ഇവർക്ക് അതിനേക്കാളും വലിയ കടുത്ത ശിക്ഷ കൊടുക്കണം. അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ചതും ഗർഭിണിയാക്കിയതും ആ കുഞ്ഞിനെ അംഗീകരിക്കാതിരുന്നതും ഒക്കെ നമുക്ക് എന്തായാലും ഇത് കേസാക്കിയിട്ട് നല്ലൊരു ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം.
എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായത്, പക്ഷെ ഞാൻ എൻ്റെ മകനെ ഓർത്ത് മാത്രമാണ് വെറുതെ വിട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നവ്യയും മുത്തശ്ശനും ചേർന്നിട്ട് അഭിക്കെതിരായിട്ട് പോരാടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്.